ലൈൻ കുർത്തീസാണ് കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പേസ്റ്റൽ കളർ ചാർട്ടിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ലൈലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. എല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ വന്നേക്കുന്നത്. പിന്നെ വരുന്നത് പിങ്ക് വരുന്നുണ്ട്, ഒരു പെയിലായിട്ടുള്ള യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ എന്താ ഒരു റോസ് കളർ, റോസാണോ പീച്ച്, ഒരു വെരി ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് അല്ലെങ്കിൽ ഒരു റോസ് കളർ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇത്രയും കളേഴ്സാണ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ ചാർട്ട് 899 പ്രൈസ് റേഞ്ചിലാണ്. ഒരു പ്രത്യേകതയുള്ള ഫാബ്രിക്കാണ് കേട്ടോ. നമ്മുടെ ഹക്കോബയുടെ തന്നെ വരുന്നൊരു പാറ്റേൺ. ഹക്കോബയാണ് ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് എംബ്രോയ്ഡറി. പിന്നെ വൈറ്റ് കളറിൽ കാണുന്നത് പ്രിൻ്റാണ്. പ്രിൻ്റ് വിത്ത് ഹക്കോബ പാറ്റേണിലേക്കാണ് ഇതിൻ്റെ ഈ ഒരു വർക്ക് വന്നേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കോൺസെപ്റ്റാണ്. കോട്ടൺ ഫാബ്രിക്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു എ ലൈൻ അല്ലെങ്കിൽ ഒരു 3 പാനൽ കട്ടിങ് വന്നേക്കുന്നതാണ്. പ്രിൻസസ് കട്ടും കൂടെ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിൻസസ് കട്ടിൻ്റെ പ്രത്യേകതയൊന്നും പറയണ്ടല്ലോ. വളരെ കംഫർട്ടായിരിക്കും, ബോഡി ഫിറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു കട്ടിങ്ങിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ വിത്ത് 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. പ്ലെയിൻ ആയിരിക്കും, ഫ്രണ്ടിൽ മാത്രമാണ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്ക് പാറ്റേൺ വന്നേക്കുന്നത് ഇതുപോലൊരു ഫോൾഡിങ് നെക്ക് വരുന്നൊരു കോൺസെപ്റ്റാണ്. സ്ലീവ് ആ വർക്ക് സ്ലീവിൽ വരുന്നുണ്ട്. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള പടിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോഡി കംപ്ലീറ്റ് ലൈനിങ് ആണ്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 899 പ്രൈസ് റേഞ്ച്, മീഡിയം മുതൽ XXL വരെ. നമുക്ക് ഓരോരോ കളേഴ്സായിട്ടൊന്ന് വെയർ ചെയ്ത് നോക്കാം. ഒരു ലൈറ്റ് ആയിട്ടുള്ള റോസ് കളറിലേക്കാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ്. ഒരുപാട് പേര് പേസ്റ്റൽ ചാർട്ട്സിൻ്റെ കുർത്തീസും കാര്യങ്ങളൊക്കെ ചോദിക്കുക. നമ്മളങ്ങനെ എപ്പോഴും കൊണ്ടുവരാറില്ലെങ്കിൽ ഇപ്പം നമ്മൾ കൂടുതൽ 3 പീസിലും ഇതുപോലെ റെഡി ടു വെയറിലും കുർത്തീസിലൊക്കെ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പാറ്റേണിൽ വന്നേക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് വിത്ത് എംബ്രോയ്ഡറി ഒരു ഹക്കുബ പാറ്റേണിലേക്കാണ് വന്നേക്കുന്നത്. നല്ല കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത്. വിത്ത് 1 സൈഡിൽ ഒരു ലെങ്തി ആയിട്ടുള്ള പോക്കറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 3 പാനലാണ് കട്ടിങ് വന്നേക്കുന്നത്. സൈസ് വേരിയൻസ് M to XXL 899 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. നല്ലൊരു പെയിലായിട്ടുള്ള വെരി ലൈറ്റ് യെല്ലോ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിമിലേക്കാണ് വന്നേക്കുന്നത്. നല്ലൊരു എലിയൻ കോൺസെപ്റ്റിൽ ഒരു 3 പാനൽ കട്ടിങ്ങിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. കംപ്ലീറ്റ് എംബ്രോയ്ഡറി വിത്ത് പ്രിൻറ്റ് വരുന്നൊരു കോൺസെപ്റ്റ്. 899 899 പ്രൈസ് റേഞ്ചിൽ വരുന്നു. ലാസ്റ്റ് വൺ നോക്കാം. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബേബി പിങ്ക് കളറിലേക്കാണ് കേട്ടോ. നല്ല രസമുള്ളൊരു പിങ്ക് കളറിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു എല്ലാത്തിലും ഈ ഒരു വൈറ്റും പിന്നെ ആ സെൽഫ് കളറിലുള്ള എംബ്രോയ്ഡറി, നിങ്ങൾക്ക് എംബ്രോയ്ഡറി കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതാ ഇതുപോലെയാണ് കേട്ടോ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. സെൽഫ് കളറിലുള്ള എംബ്രോയ്ഡറിയും വൈറ്റ് കോമ്പിനേഷനിലെ പ്രിൻറ്റുമാണ് ഈ ഒരു വോക്ക് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ലൊരു 3 പാനൽ കട്ടിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൈസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ വെയർ ചെയ്യാൻ സുഖമാണ്. ബോട്ടം വെയർ ചെയ്യേണ്ടവർക്കാണെങ്കിൽ കോമൺ ആയിട്ട് വൈറ്റ് കളർ ഇത് എല്ലാ കളേഴ്സിൻ്റെ കൂടെയും പോകുന്നത്. സോ വേണം എന്നുള്ളൊരു നോക്കും. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്ന കളേഴ്സും അതുപോലെ തന്നെ ഈ ഒരു പാറ്റേണും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. മിസ് ചെയ്യരുത്. സൈസ് വേരിയൻസ് മീഡിയം തൊട്ട് XXL വരെ അവൈലബിൾ ആയിട്ടുള്ളത്. 899 പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഷിപ്പിംഗ് വരുന്നത് ഡിസ്പാച്ചിങ് ടൈം വന്നേക്കുന്നത് ഒരു 4 to 5 വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും വന്നേക്കുന്നത്. വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. ഇടയ്ക്ക് സൺഡേയോ സാറ്റർഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ നോക്കുക. അതേപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ബുക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒക്കെ ഒരു 10 വർക്കിംഗ് ഡേയ്സ് എടുക്കുന്നത്. ചിലപ്പോൾ അതിനകത്ത് സൺഡേയ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് കൊറിയേഴ്സ് ഒന്നും വർക്കിംഗ് ആവില്ല. ചിലർ ഹറിബറി ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് ഇന്ന് പർച്ചേസ് ചെയ്തിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കിട്ടുമെന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ എന്താ UP നിന്ന് ബുക്ക് ചെയ്യുന്നവർ, ഡൽഹിയിൽ, മുംബൈ അങ്ങോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും എന്താണെങ്കിലും ഇപ്പോൾ 10 days എടുക്കുന്നുണ്ട്. ഒരുപാട് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ചൂസ് ചെയ്യുന്ന DTDC എന്ന് പറയുന്ന സർവീസ് ആയിരിക്കും. അപ്പോൾ അതിൽ 10 days എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും എടുക്കുന്നത്, കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ അതിൽ കൂടുതലാവാം, ചിലപ്പോൾ അതിൽ കുറവാകാം കേട്ടോ. എന്തായാലും 10 വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അറിയാൻ വയ്യാത്ത കസ്റ്റമേഴ്സിന് ഒന്നുകൂടെ പറയാം, നമ്മളിത് ഷോപ്പിൽ നിന്ന് ഡെലിവറി ചെയ്യുന്നൊരു സിസ്റ്റം അല്ല നമുക്കുള്ളത്. നമ്മൾ 2 കൊറിയർ സർവീസാണ് നമുക്കുള്ളത്. DTDC, പോസ്റ്റൽ ത്രൂ. ഈ ഒരു 6-7 വർഷമായിട്ട് നമ്മൾ ആ 2 സർവീസുമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഡയറക്റ്റ് ഡെലിവറി അല്ല. പോസ്റ്റൽ ത്രൂ, DTDC ത്രൂ ആണ് നമുക്ക് കൊറിയേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.